തോട്ടക്കാരന്റെ ജോലി എന്ന് പറഞ്ഞ് എത്തിച്ചിട്ട് 1.5 വർഷം മരുഭൂമിയിൽ തമിഴ്നാട് സ്വദേശിയായ അമ്മാസി അനുഭവിച്ചത് കൊടിയ ദുരിതം. ഒടുവിൽ എംബസിയും സാമൂഹിക പ്രവർത്തകരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പൂന്തോട്ടം പരിപാലകന്റെ ജോലി എന്ന വ്യാജേന ഒരു മലയാളി നൽകിയ വിസയിൽ 1.5 വർഷം മുമ്പാണ് അമ്മാസി സൗദിയിലെത്തിയത്. എന്നാൽ സ്പോൺസർ ഒരു മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ താഴ്വാരത്തായി 150ഓളം ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ് ഏൽപ്പിച്ചത്. ജോലിഭാരവും സ്പോൺസറുടെ ഉപദ്രവവും കാരണം കുടുംബം 7 മാസം മുമ്പ് ചില സാമൂഹിക പ്രവർത്തകർ വഴി ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിരുന്നു. ഖത്തറിലുള്ള ബന്ധു, സൗദിയിലുള്ള സുഹൃത്ത് ബഷീറുമായും ജിദ്ദയിലുള്ള അലി മങ്കടയുമായും കാര്യങ്ങൾ സംസാരിച്ചു. കുടുംബം 2 മാസം മുമ്പ് വീണ്ടും ഇന്ത്യൻ എംബസിയിൽ നേരിട്ടും പരാതി അയച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എംബസി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി അമ്മാസിയെ രക്ഷിക്കാൻ വേണ്ടത് ചെയ്യാൻ പൊതുപ്രവർത്തകനായ സിദ്ദിഖ് തൂവൂരിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ സിദ്ദിഖ് തന്നെ റിയാദിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരെയുള്ള ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയും ചെയ്തു. വിവരങ്ങൾ കേട്ടറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ സ്പോൺസറെ വിളിച്ച് തൊഴിലാളിയെ ഉടൻ സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ സ്ഥലത്തില്ലെന്നും അടുത്ത ദിവസം വരാമെന്നുമായിരുന്നു സ്പോൺസറുടെ മറുപടി. സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സിദ്ദിഖും കൂടി അമ്മാസി അയച്ച ലൊക്കേഷൻ നോക്കി മണിക്കൂറുകൾ നീണ്ട സാഹസിക യാത്ര നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. എന്നാൽ അടുത്ത ദിവസം സ്പോൺസർ അമ്മാസിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സംസാരിച്ച അടിസ്ഥാനത്തിൽ ശമ്പള കുടിശ്ശിക നൽകി 2 ആഴ്ചയ്ക്കുള്ളിൽ നാട്ടിൽ അയക്കാമെന്ന് സ്പോൺസർ ഏൽക്കുകയും ചെയ്തു. ഒക്ടോബർ അവസാനം ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്തെങ്കിലും നാട്ടിലേക്ക് ഇയാൾ അയച്ചില്ല. പോലീസും എംബസിയും സിദ്ദിഖും നിരന്തരം സ്പോൺസറെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ സ്പോൺസർ അമ്മാസിക്ക് നാട്ടിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബുറൈദ എയർപോർട്ട് വഴി നാട്ടിലേക്ക് എത്തുകയും ചെയ്തു അമ്മാസി. ഫൈസൽ, അസ്കർ, യൂസഫ്, സന്തോഷ് എന്നിവരും വിവിധ ഘട്ടങ്ങളിലായി ഈ ദൗത്യത്തിന്റെ ഭാഗമായവരാണ്.